ഒരു ഇൻഫെക്ഷൻ പോലെ വന്നിട്ടാണ് എനിക്കിവിടെ മുഴ വന്നത്. ശരീരം മൊത്തം വീക്കായി, എനർജി വളരെ മോശമായിരുന്നു, കൂടാതെ ഈ ബ്ലഡ് കൗണ്ടും കുറവായിരുന്നു. ഇവിടെ വന്ന് മെഡിസിനൊക്കെ വാങ്ങി മരുന്ന് കഴിച്ചപ്പോൾ നല്ല ആശ്വാസമുണ്ട്. പുനർജനി എനിക്ക് നല്ലത് മാത്രമാണ് സമ്മാനിച്ചത്. മുമ്പത്തേക്കാൾ നന്നായിട്ടുണ്ട് ഞാൻ. നമ്മളിപ്പോൾ ഉള്ളത് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലാണ്. നമ്മളോടൊപ്പം ഉള്ള പേഷ്യന്റ് 3 പ്രാവശ്യം ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ 4ാമത്തെ തവണയാണ് വരുന്നത്. നമുക്ക് ചോദിക്കാം എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും എങ്ങനെയാണിത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞതെന്നും. പുനർജൻ ആയുർവേദ മെഡിസിൻ കഴിച്ചതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളെപ്പറ്റി നമുക്ക് ചോദിക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. സാർ നമസ്കാരം. നമസ്കാരം. സാറിന്റെ പേര്? സായരടി എന്നാണ് എൻ്റെ പേര്. എത്ര വയസ്സുണ്ട്? 50. 50 വയസ്സ്. ഓക്കെ. സാർ എത്ര മാസമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്? 3 മാസമായി. 3 മാസം. ഓക്കെ. എന്ത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്? ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസർ. സാർ, ഇത് ബ്ലഡ് ക്യാൻസർ ആണെന്ന് സാറിന് തുടക്കത്തിൽ എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റിയേ? എന്തെങ്കിലും വേദന ഉണ്ടായിരുന്നോ സാറിന്? പെട്ടെന്നൊരു വേദന പോലെ വന്നിട്ട് ഇവിടെ ഒരു മുഴ പോലെ വന്നു. പിന്നെ ഗ്യാസ് പ്രോബ്ലം ഉണ്ടായി. അവിടെ മുഴയുണ്ടെന്ന് സാറിന് എങ്ങനെ മനസ്സിലായത്? എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ബ്ലഡ് ബ്ലോക്കായി പോയെന്നാ പറഞ്ഞേ. ഓക്കെ. അങ്ങനെ ത്വക്ക് ആശുപത്രിയിൽ പോയി ടെസ്റ്റൊക്കെ ചെയ്ത് രക്താണുക്കളെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൈദരാബാദുള്ള ആശുപത്രിയിലേക്കാണ് പോയത്. അവിടെ കൊടുത്തു. ഓക്കെ. സാർ, ഈ മുഴ മാത്രമാണോ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷണം? അല്ല, അങ്ങനെയല്ല. മുഴ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഗ്യാസ് പ്രോബ്ലം ശരിക്കും ഉണ്ട്. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റിയില്ല. പനിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. പുനർജനിലാണോ ആദ്യമായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, അത് മറ്റേതെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിരുന്നോ സാർ? വേറെ ആശുപത്രിയിലൊക്കെ പോയി. അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ഈ ബ്ലഡ് കട്ട പിടിക്കുന്നെന്ന് പറഞ്ഞു. ടാബ്ലറ്റ് ഒക്കെ തന്നായിരുന്നു. അത് കഴിച്ചപ്പോൾ തന്നെ വീക്കായിപ്പോയി. ബോഡി മൊത്തത്തിൽ വീക്കായിപ്പോയി. അങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് പുനർജൻ ആയുർവേദ ആശുപത്രിയെ കുറിച്ച് അറിഞ്ഞു വന്നത് ഇവിടെ. സർ, സ്റ്റാർട്ടിങ്ങിൽ ഇവിടേക്ക് വരുമ്പോ എന്തൊക്കെ വേദന ഉണ്ടായിരുന്നു സാറിന് ആ സമയത്ത്? അതായത് ശരീരം മൊത്തം വീക്കായിരുന്നു, എനർജി ഒട്ടും ഇല്ലായിരുന്നു, ബ്ലഡ് കൗണ്ട് കുറഞ്ഞു പോയായിരുന്നു, ബ്ലഡ് ശരിക്കും കുറഞ്ഞു പോയി. ഇവിടെ വന്ന് മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം കുറേശ്ശായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഇപ്പൊ നല്ല മാറ്റമുണ്ട്. പിന്നെ ഇപ്പൊ നന്നായിട്ടിരിക്കുന്നു. ഓക്കെ. സാർ, എല്ലാ മാസവും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ടോ? പിന്നെ എല്ലാ മാസവും ഞാൻ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ചേഞ്ച് ഒക്കെ അറിയാൻ പറ്റും നമുക്ക്. 9 ആയിരുന്നു ഹീമോഗ്ലോബിന്റെ അളവ്, ഇപ്പൊ അത് 12 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. സാർ, എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായത്? ഈ മെഡിസിൻ കഴിച്ചതിന് ശേഷം നല്ല വ്യത്യാസം ഉണ്ടായിരുന്നോ സാറിന്? പുനർജൻ എനിക്ക് ഒരുപാട് ആശ്വാസം തന്നിട്ടുണ്ട്. മുമ്പത്തേക്കാളും ഒരുപാട് മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ശരിയാ, തീർച്ചയായും. ഇവിടെ വന്ന് മരുന്ന് കഴിച്ചപ്പോൾ മറ്റെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നോ സാറിന്? അതിലും വലുതായിട്ടൊന്നുമില്ല. ശരീരം എപ്പോഴും നല്ല ക്ഷീണമായിരിക്കും, രക്താണുക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ സൈഡ് എഫക്ട്സും കൂടുതലായിരിക്കും. പിന്നെ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ അളവ് കുറവായിരുന്നു. സൈഡ് എഫക്ട്സും ഉണ്ടാവും. വീട്ടിൽ തന്നെ ഇരിക്കണം, ഇനി എത്ര നാളെ ജീവിക്കും എന്നറിയാതെ. അങ്ങനെയാണ് എന്താണ് ചികിത്സ എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് പുനർജൻ ആയുർവേദ ആശുപത്രിയെ കുറിച്ച് അറിഞ്ഞതും ഇപ്പം മരുന്ന് കഴിച്ച് നല്ല മാറ്റമുണ്ട്. സാർ, ആദ്യം സ്റ്റാർട്ടിങ്ങിലെ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തപ്പോ സാറിനോട് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് കേട്ടപ്പോ സാറിന് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്ന ഫീലിങ്സ് ഒക്കെ? എന്തുകൊണ്ടാ എനിക്കിങ്ങനെ വന്നേ എന്നൊക്കെ തോന്നിയിരുന്നു സാർ? എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നല്ല എനർജറ്റിക് ആയിരുന്നു. എനിക്കൊരു പനിയോ കാലുവേദനയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലേ സാറിന്? അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മദ്യശാലയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. 2 വർഷം മുമ്പ് വരെ അവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കങ്ങനെ അസുഖമൊന്നും വന്നിട്ടില്ല. ഞാൻ നല്ല എനർജറ്റിക് ആയിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ക്യാൻസർ വന്ന് എനർജിയൊക്കെ വീക്കായി പോയത്. സാർ, ഇവിടുന്ന് മരുന്ന് കഴിച്ചതിന് ശേഷം സാറിന് നല്ല ഭേദമായിട്ടില്ലേ? നല്ല മാറ്റമുണ്ട്. 1 വർഷമായിട്ട് എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ഇവിടെ ഡയറ്റീഷ്യൻ ഉണ്ടല്ലോ, ഇവര് പറഞ്ഞ ഫുഡ് സാറിന് ഓക്കെ ആയിരുന്നോ? കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ സാർ? കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു മാഡം. ആ ഡയറ്റാണ് ഞങ്ങൾ ഫോളോ ചെയ്തോണ്ടിരുന്നത്. കഴിക്കാൻ പറ്റുന്ന ഡയറ്റ് ആയിരുന്നു? അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വെജിറ്റബിൾസ് ആയിരുന്നു കൂടുതലും കഴിക്കുക. എന്തൊക്കെയാന്ന് വെച്ചാൽ ചീര, പയറ്, പച്ചക്കറികളൊക്കെ. അങ്ങനെ. ഡോക്ടർ എത്ര മാസത്തോളം സാറിനോട് മെഡിസിൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 6 മാസം മരുന്ന് കഴിക്കാനാണ് പറഞ്ഞത്. ഇപ്പം 3 മാസം കഴിഞ്ഞു. ഈ 3 മാസത്തില് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നോ സാർ? സാറിന് കുഴപ്പമൊന്നുമില്ല, ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നോ? അങ്ങനെ നല്ല അനുഭവം എന്തെങ്കിലും ഉണ്ടോ സാർ? മെഡിസിൻ കഴിച്ചതിന് ശേഷം നല്ല എനർജറ്റിക് ആയിരുന്നു, ആക്റ്റീവ് ആയിരുന്നു മാഡം. എനർജി ഉള്ളതുകൊണ്ട് ഇരിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നേരത്തെ അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. മുമ്പത്തേക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പോ. സാറിന്റെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ ഇത്? ആർക്കുമില്ല മാഡം. ആർക്കുമില്ല. ഒരാൾക്കുമില്ല. സാറിന് ആയുർവേദത്തെ പറ്റി ഇതിനു മുമ്പ് അറിയായിരുന്നോ സാർ? മരുന്ന് എങ്ങനെയായിരിക്കും, കഴിച്ചാൽ എങ്ങനെയുണ്ടാകും എന്നൊക്കെ എന്തെങ്കിലും അറിയായിരുന്നോ?
എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല. ഒന്നും അറിയില്ലായിരുന്നല്ലേ? അങ്ങനെയൊന്നും പിന്നെ അറിയത്തില്ല. ആയുർവേദ മരുന്ന് കഴിക്കാൻ സാറിന് തോന്നിയെന്താ? യൂട്യൂബിൽ കണ്ടു. പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചപ്പോൾ മൊത്തം സൈഡ് എഫക്ട്സും കാര്യങ്ങളും ആയിരുന്നു. നമ്മുടെ ലക്ഷ്യം തന്നെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നല്ലോ, അല്ലേ? ശരി സാർ, ഇവിടുന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഒക്കെ സാർ കംപ്ലീറ്റ് ചെയ്തോളൂ. നല്ല റിസൾട്ടോട് കൂടി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സാർ. ഓക്കെ, താങ്ക് യു. സന്തോഷം.